സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സത്യകാമന്റെ സത്യനിഷ്ഠ എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. സത്യകാമൻ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ഗൗതമ മഹർഷിയുടെ പിതാവായ ഹരിദ്രുമൻ തിരഞ്ഞെടുത്തതായിരുന്നു പ്രശാന്തസുന്ദരമായ ആ സ്ഥലം. പ്രകൃതി രമണീയമായ ചുറ്റുപാടുകൾ, മനോഹരമായ നദി, പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികൾ, പച്ചപ്പുൽമേടുകൾ, ഭീതിയില്ലാതെ നടക്കുന്ന മാൻകിടാവുകൾ, മുയലുകൾ, പീലി വിടർത്തി നിന്നാടുന്ന വർണ്ണമയിലുകൾ, കിളികളുടെ സംഗീതം, ചെറിയ ചെറിയ പർണശാലകൾ, തപസ്സിനും സ്വാധ്യായത്തിനും പറ്റിയ ശാന്തമായ അന്തരീക്ഷം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ നിന്നും വളരെ അകലെയാണ് ആ ആശ്രമം. ആശ്രമത്തിനരികിലെത്തിയപ്പോൾ കൂട്ടം കൂട്ടമായി അഴകേറിയ പശുക്കൾ ആശ്രമത്തിലേക്ക് പോകുന്നത് സത്യകാമൻ കണ്ടു. ഒരു കൂട്ടം ബ്രഹ്മചാരികൾ ഒരിടത്തിരുന്ന് വേദമന്ത്രങ്ങൾ സ്വരിച്ചു ചൊല്ലുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ്. ചിലർ ഹോമത്തിനായി ചമത ശേഖരിക്കുന്നതും സത്യകാമൻ കണ്ടു. ആത്മജ്ഞാനത്തിനായി ഗുരുവിനെ സമീപിക്കുന്നവരുടെ കയ്യിൽ ചമത ഉണ്ടായിരിക്കണമെന്ന് ആ വഴി നടന്നു പോകുന്ന ഒരു സന്യാസി ഉപദേശിച്ചു. അത് കേട്ട സത്യകാമൻ ചമത ശേഖരിച്ച് ആശ്രമത്തിലേക്ക് കടന്നു. അപ്പോൾ അവിടെ കണ്ട ബ്രഹ്മചാരിമാരെ പ്രണാമം ചെയ്ത ശേഷം അവരോടൊപ്പം ചമതയുമായി ഗൗതമ മഹർഷിയുടെ മുമ്പിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ച് കയ്യിൽ കരുതിയിരുന്ന ചമത ഗുരുവിനെ സമർപ്പിച്ച് ഗുരുവിനോട് അഭ്യർത്ഥിച്ചു. ഗുരുനാഥ, ഞാൻ അങ്ങയുടെ അടുക്കൽ ബ്രഹ്മചാരിയായി താമസിച്ച് വിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അടിയനെ അനുഗ്രഹിച്ച് ഉപനയിച്ചാലും. അതു കേട്ട് ഗൗതമ മഹർഷി ചോദിച്ചു, നിന്റെ പേരെന്താണ്? നിന്റെ ഗോത്രം ഏതാണ്? അതിനു മറുപടിയായി സത്യകാമൻ പറഞ്ഞു, ഗുരുനാഥ, എനിക്ക് എൻ്റെ ഗോത്രമേതെന്ന് അറിയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്. അമ്മ പല വീടുകളിലും പണി ചെയ്തിരുന്നു. പലരെയും ശുശ്രൂഷിച്ചാണ് ജീവിച്ചു പോന്നത്. അങ്ങനെയിരിക്കെ അമ്മയുടെ യൗവനത്തിൽ തന്നെ അമ്മ എനിക്ക് ജന്മം തന്നു. അച്ഛൻ ആരാണെന്നോ അച്ഛൻ്റെ പേര് എന്താണെന്നോ ഞങ്ങളുടെ ഗോത്രം ഏതാണെന്നോ അമ്മയ്ക്കറിയില്ല. അമ്മയുടെ പേര് ജബാല എന്നാണെന്നും ജബാലയുടെ പുത്രനായ ഞാൻ സത്യകാമനാണെന്ന് മാത്രമേ എനിക്കറിവുള്ളൂ. ആ ബാലന്റെ സത്യബുദ്ധിയിലും നിഷ്കളങ്കതയിലും അറിവ് നേടാനുള്ള ഉത്കടമായ ആഗ്രഹത്തിലും ഗൗതമ മുനി ആകൃഷ്ടനായി. മുനി സന്തോഷപൂർവം പറഞ്ഞു, കുഞ്ഞേ, നീ സത്യം പറയാൻ മടിക്കാത്തവനാണ്. സത്യനിഷ്ഠയിൽ നിന്ന് മനസ്സിളകാത്തവനാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ്. നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ഈ ആശ്രമത്തിൽ താമസിക്കാം. യഥാവിധി ഞാൻ നിന്നെ ഉപനയിക്കാം. സത്യകാമന് സന്തോഷമായി. അവനെ ഗൗതമ മുനി ശിഷ്യനായി സ്വീകരിച്ചു. യഥാവിധി ഉപനയനം നടത്തി. വേണ്ട ഉപദേശങ്ങൾ നൽകി. ഒരു ദിവസം രാവിലെ സത്യകാമനെ വിളിച്ച് 400 പശുക്കളെ അവനെ ഏൽപ്പിച്ചിട്ട് ഗൗതമ മുനി പറഞ്ഞു, സത്യകാമ, നീ ഈ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോകണം. ഇവ 1000 ആകുമ്പോൾ തിരിച്ചു വരണം. അതുവരെ പശുക്കളെ നന്നായി പരിപാലിക്കണം. നിത്യാനുഷ്ഠാനങ്ങളും ഉപാസനയും മുടങ്ങാതെ ചെയ്യുകയും വേണം. ഗുരുവിന്റെ ഉപദേശപ്രകാരം 400 പശുക്കളുമായി സത്യകാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ജപവും ധ്യാനവും ഗോസംരക്ഷണവുമായി വനത്തിൽ അവൻ ഏറെ കാലം കഴിച്ചുകൂട്ടി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗോക്കളിൽ ഒന്ന് സത്യകാമനോട് പറഞ്ഞു, സത്യകാമ, ഞങ്ങൾ എണ്ണത്തിൽ ഇപ്പോൾ 1000 അതുകൊണ്ട് ഞങ്ങളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയാലും. സത്യകാമൻ ഗോക്കളെ എണ്ണി നോക്കി. അവൻ സ്വയം പറഞ്ഞു, ശരിയാണ്,
1000 തികഞ്ഞിരിക്കുന്നു. സത്യകാമൻ അങ്ങനെ ഗോക്കളുമായി ഗുരുസന്നിധിയിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചു. സത്യകാമന്റെ തപസ്സിലും സത്യസന്ധതയിലും സന്തുഷ്ടനായ വായുഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.